തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിതരെ, ഇറ്റലിയിലെ നെറ്റ്യൂണോ എന്ന ഗ്രാമം, വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ നാടാണ് ആ കടലോര ഗ്രാമം. ഒരിക്കൽ ആ വിശുദ്ധയുടെ കബറിടത്തിൽ പോകാനിടയായപ്പോൾ മരിയ ഗൊരേത്തിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനിടയായി. ആരായിരുന്നു വിശുദ്ധ മരിയ ഗൊരേത്തി? എന്തായിരുന്നു അവളെ വിശുദ്ധയാക്കി മാറ്റിയത്? വിശുദ്ധ മരിയ ഗൊരേത്തി കുട്ടിക്കാലത്ത് ഒരിക്കൽ അവളുടെ അമ്മ അവളോട് ചോദിച്ചു, മരിയ, നിനക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടോ? അവൾ പറഞ്ഞു, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തു, മോളെ, നിനക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ കണ്ണുകൾ വിശുദ്ധമാകണം. നിൻ്റെ കണ്ണുകൾ വിശുദ്ധമാകണമെങ്കിൽ നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും വിശുദ്ധമാകണം. അന്ന് അവളൊരു തീരുമാനമെടുത്തു, എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ കണ്ണുകളും ഞാൻ വിശുദ്ധമായി സൂക്ഷിക്കും, ദൈവത്തെ കാണാനായി. വലിയൊരു പ്രലോഭനത്തിൻ്റെ മുൻപിൽ പോലും അവളെ പാപത്തിന് പ്രേരിപ്പിച്ച യുവാവിൻ്റെ മുൻപിൽ അവൾ പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണണം, എൻ്റെ കണ്ണുകളെയോ മനസ്സിനെയോ ശരീരത്തെയോ മലിനപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ അവൾ മനസ്സ് പതറാതെ ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്താൽ കൊല്ലപ്പെട്ടു. തീർച്ചയായിട്ടും അവൾ സ്വർഗത്തിൽ ദൈവത്തെ കാണുന്നുണ്ട്. എന്തായിരുന്നു അവളെ പ്രേരിപ്പിച്ച ഘടകം? അമ്മ പറഞ്ഞു കൊടുത്ത നല്ല വാക്കുകളാണ്. നിനക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ കണ്ണുകളും മനസ്സും ശരീരവും വിശുദ്ധമായി നീ സൂക്ഷിക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞു അറിവുകൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നല്ല വഴിവിളക്കുകളായി മാറും. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അവർക്ക് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഇത്തിരി വെട്ടങ്ങൾ ഏതു വലിയ പ്രലോഭനത്തെയും തടഞ്ഞു നിർത്താനായിട്ടുള്ള വലിയ വിളക്കായി മാറും. പ്രിയമുള്ളവരെ, കുഞ്ഞു അറിവുകൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അവരെ വിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക്, ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തിലേക്കൊക്കെ നയിക്കാനായി അത്തരത്തിലുള്ള ചെറിയ അറിവുകൾ അവരെ സഹായിക്കട്ടെ. നുറുങ്ങുവെട്ടം.